ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരുപാട് പേര് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ബീഫ് കറി വെച്ചാൽ എങ്ങനെ വെച്ചാലും നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നമ്മൾ കറി വെക്കുന്ന അതേ ടേസ്റ്റിൽ ബീഫ് കറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് മേടിക്കുമ്പോൾ കുറച്ച് എല്ലുള്ള ബീഫും അതേപോലെ തന്നെ കുറച്ച് നെയ്യോട് കൂടിയിട്ടും ബീഫ് മേടിക്കാം. പിന്നെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കരളും കൂടി മേടിക്കാം. ഞാനിങ്ങനെയാണ് മേടിക്കൽ. അപ്പോൾ ഇതേപോലെ വെക്കുമ്പോൾ ശരിക്കും നമ്മൾ നാട്ടിലത്തെ അതേ ടേസ്റ്റിൽ തന്നെ ആ ഒരു കറുത്ത കളറിലുള്ള ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കരളടക്കം 3 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ബീഫ് നമുക്ക് കഴുകിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് നമുക്ക് കുറച്ചധികം ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. കുറച്ച് വിനെഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീഫ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറേ കഴുകിയാലും ഇതിലത്തെ ഒരു ബീഫിൻ്റെ ആ ബ്ലഡൊക്കെ പോകാൻ കുറേ ടൈം എടുക്കും. ഇങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട്. ഒരു 10 സവാള എടുത്തിട്ടുണ്ട്. 2 കപ്പ് ചെറിയ ഉള്ളി എടുത്ത്, പിന്നെ ഒരു 15 മുളക്, പിന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് സാധാരണ നമ്മളിവിടെ കിട്ടുന്ന ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാടൻ വെളുത്തുള്ളിയും നാടൻ ഇഞ്ചിയും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. സവാള നമുക്ക് നീളത്തിൽ കനം കുറച്ചരിയാം. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ശരിക്കും മൂടി വെച്ച് തിളച്ച് വേവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. ഉരുളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉരുളി എടുക്കുക. അതല്ല സാധാരണ ഒരു പാത്രമാണെങ്കിൽ ആ പാത്രം എടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഉരുളിയിലൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ നമ്മുടെ കലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കലത്തിലും വെക്കാം കേട്ടോ. ഞാനിവിടെ ഉരുളി വെച്ച് ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ രീതിയിൽ നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. നമ്മൾ മട്ടൻ ചിക്കൻ അത് വെക്കുന്ന പോലെ അല്ല കേട്ടോ ബീഫ് കറി. അതായത് നമ്മൾ നാടൻ രീതി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ രീതിക്ക് തന്നെ വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ബീഫ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചിക്കൻ മട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വെച്ചാലും എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കുകയും ചെയ്യാം. പക്ഷേ അതിന് വേറെ ടേസ്റ്റ്. പക്ഷേ നാടൻ രീതിക്ക് ബീഫ് കറി വെക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് തന്നെ വെക്കണം. വെളിച്ചെണ്ണ ഒരു 1/2 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് കൂടുതലുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് കുറക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറികൾക്കൊക്കെ ടേസ്റ്റ് കൂട്ടാൻ ഏറ്റവും നല്ലത് കല്ലുപ്പാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് പറയുന്നത്. കല്ലുപ്പില്ലെങ്കിൽ മാത്രം നമ്മൾ പൊടിയുപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വാഷ് വെക്കണം. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ചേർക്കാൻ മറന്നുപോയതാണ്. നിങ്ങൾ സവാള ഇടുന്ന സമയത്ത് തന്നെ ചേർത്തോ കേട്ടോ. ഞാനിവിടെ ഒരു 10 സവാള 2 കപ്പ് ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയുള്ളി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടണം. ഒരു 3 കിലോ ബീഫിന് ഒരു 15 സവാള വരെ എടുക്കാം കേട്ടോ. സവാള കൂടരുത്. സവാള കൂടിക്കഴിഞ്ഞാൽ കറിക്ക് മതിരിപ്പ് വരും. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഈ ഒരു കുക്കറിൽ ചെയ്യൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു ഉരുളിയിൽ എല്ലാം കൂടി ഒന്ന് കൊള്ളണില്ല. അപ്പോൾ ബീഫ് ഒരൊറ്റ വിസിലടിച്ച് എടുക്കുമ്പോഴും ബീഫ് ഒന്ന് ചുരുങ്ങുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ
അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ സവാള വറ്റാൻ വേണ്ടിയിട്ട് അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയിലിടുമ്പോൾ കൂടരുത്, ഉപ്പിടാണ്ട് ഇരിക്കരുത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടുതൽ പൊടികളൊന്നും ഇടണ്ട. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് യോജിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ തീയിലൊന്നും വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ കറക്റ്റ് ഒരൊറ്റ വിസിൽ വരുത്തിയാൽ മതി. ഒന്നിൽ കൂടുതലും വരുത്തണ്ട. നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിക്കലല്ല ഉദ്ദേശം, ഇറച്ചി ഒന്ന് ചുരുങ്ങി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യൽ നിർബന്ധമില്ല കേട്ടോ. പറഞ്ഞാലും നമ്മൾ ഏത് പാത്രത്തിലാണോ മസാല ഇട്ട് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് സൗകര്യക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഒരൊറ്റ വിസിലടിച്ചിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അധികം വേവാനും പാടില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു മസാലയൊക്കെ കിടന്ന് തിളച്ച് തന്നെയാണ് വേവേണ്ടത്. അപ്പോഴാണ് നമുക്ക് ബീഫിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ വേറെ സവാള വാട്ടുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വെറുതെ ഒന്ന് നമ്മൾ നിറം മാറുന്ന വരെ ഒന്ന് വഴറ്റി സാധാരണ പൊടികളൊക്കെ ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ ബീഫ് കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ബീഫ് കറിയുടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സവാള വഴറ്റൽ. അത് ഈ ഒരു കളറാവുന്ന വരെ തന്നെ നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയ കറിക്കും സവാള നന്നായിട്ട് വാടാത്ത കറിക്കും രണ്ടിനും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സവാള വാടി വരണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ അളവെടുക്കുന്നത് ഞാൻ ടേബിൾ സ്പൂണിലാണ്, ടീസ്പൂണല്ല. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഈ മല്ലിപ്പൊടി ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ നന്നായിട്ട് കുറച്ച് ഇടണം കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു 1/2 ടീസ്പൂൺ വേവിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ മുളക് പൊടിക്കിട എരിവ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 കിലോത്തിൻ്റെ അളവ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുളകുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. പൊടികളൊക്കെ ശരിക്ക് കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് വിശദീകരണം കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ചിലവർക്ക് വിശദീകരണം ഇഷ്ടമാവില്ല. കുക്കിങ്ങൊക്കെ അറിയാവുന്ന കുറേ പേര് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്. പക്ഷേ കുക്കിംഗ് അറിയാത്ത ഒരുപാട് പേര് യൂട്യൂബിൽ നോക്കിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വിശദീകരിച്ച് പറയുന്നത്. ഇപ്പോൾ ഊന്നിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ കുറേ പേര് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെസ്സ് ഭക്ഷണം കഴിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഒറ്റക്ക് കിച്ചണിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായി, കറക്റ്റ് അളവുകൾ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇതുവരെയും കിച്ചണിൽ കയറാത്തവരൊക്കെയാണ് കുക്കിങ് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യുന്നവർ. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല, കുറേ പേർക്ക് ഒന്നും അറിയാണ്ട് യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അതേപോലെ അവർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു തവണയൊക്കെ നമ്മൾ നമ്മുടെ റെസിപ്പി നോക്കിയിട്ട് ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലുള്ളൊരു വിശ്വാസം പോകും. അതേപോലെ തന്നെ ശരിയായാലും അവർക്കും ഒരു സന്തോഷമാണ്, ശരിയായെന്ന് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും വിശദീകരിച്ചിട്ട് പറയുന്നത്. അതിപ്പോൾ ബീഫ് കറിയിൽ നിന്നല്ല, മിക്ക റെസിപ്പികളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ബീഫ് കറിക്ക് കുറേ എങ്ങനെ വെച്ചിട്ടും ടേസ്റ്റ് ആവുന്നില്ല. ഒന്നാമത് വെള്ളം വിട്ട കറി പോലെ ഇരിക്കണം. ഇറച്ചി വേവിക്കുമ്പോൾ ഒരു നാട്ടിലത്തെ ഒരു ടേസ്റ്റ് കിട്ടാനില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നമ്മൾ പൊടികൾ ഇടുന്നതിന് മുമ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. തക്കാളി ഇപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ.
ഇപ്പോൾ തക്കാളി ചേർക്കുന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ നാടൻ ബീഫ് കറിക്ക്. പണ്ടൊക്കെ നമ്മൾ കാരണന്മാരൊക്കെ ചെയ്ത് തരുന്നത് തക്കാളിയൊന്നും ചേർക്കലില്ല. ചേർത്തില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല ബീഫ് കറിയിൽ കേട്ടോ. ചിക്കൻ കറിയിലും മട്ടൻ കറിയിലൊക്കെ തക്കാളി ചേർത്ത ടേസ്റ്റാണ്. പക്ഷേ ഇതിൽ തക്കാളി ചേർക്കാം, പക്ഷേ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ബീഫ് കറിക്കൊരു പുളിരസം വരും. അപ്പോൾ കൂടണ്ട, ഒരെണ്ണമൊക്കെ ചേർത്താൽ മതി. ചെറിയ തക്കാളി ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം കേട്ടോ. ബീഫ് ഒരൊറ്റ വിസിൽ വരുത്തിയിട്ടുണ്ട് ഉള്ളൂ കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്. നമ്മൾ ബീഫ് വേവാനുള്ള ഉദ്ദേശം, നമുക്കത് ബീഫൊന്നും ഒതുങ്ങിക്കിട്ടലായിരുന്നു കേട്ടോ ഉദ്ദേശം. അപ്പോൾ ഇതേപോലെ ഒരൊറ്റ വിസിലൊന്ന് പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് മൊത്തത്തിൽ എയർ കളഞ്ഞതാണ്. എയർ ഇതിലിരുന്ന് പോയതല്ല, എയർ ഞാൻ കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതേ ബീഫ് വെന്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ബീഫിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ബീഫ് നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങൾ കുക്കറിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മസാലയിലിട്ടിട്ടാണ് ബീഫ് ഇതേപോലെ വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മസാലയ്ക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരും. തിളച്ച് വരുമ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രം വേണം നമ്മൾ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബീഫ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ മസാലയൊക്കെ റെഡിയാണ്. അപ്പോൾ അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോകും. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇറച്ചി ബാക്കി വേവണ്ടേ, അപ്പോൾ നമുക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം നിങ്ങൾക്ക് ചാറ് കുറച്ചും കൂടി കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടി ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബീഫ് കറി നോക്കാം എന്തായെന്നുള്ളത്. ഞാനിപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ കുറഞ്ഞ തീയിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടാണ്. എന്തോന്നുള്ളത് നോക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു 4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉണ്ടായി. ഇറച്ചി ഒരുവിധമൊക്കെ വേവായപ്പോൾ ഇത്രയും ചാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി കണ്ടില്ലേ. ഇനി നമ്മൾ ഇതൊന്ന് ഇറച്ചി വെന്തിട്ടുണ്ടോയെന്ന് നോക്കണം. പിന്നെ ഇതിൽ 2-3 കാര്യങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇറച്ചിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കൂലേ, ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ ഇതേപോലെ ഇറച്ചി വെന്ത് വരുമ്പോൾ കുറച്ചും കൂടി ചാറുണ്ടാവും. ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ചാറിൽ വെക്കണില്ല. ഇതേപോലെ ഒരു കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് കേട്ടോ വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത്, ഞാൻ ഇവിടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് തരുന്ന സാധനം കേട്ടോ. അത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇത് ആരും ഒഴിവാക്കരുത്. ഞാൻ പറയുന്ന പോലെ തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതായത് ഒറ്റയടിക്ക് 2 ടേബിൾ സ്പൂൺ ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു തവണ ഇട്ട് കൊടുക്കുക കുറേശ്ശെ. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് തിളയൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കണതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരുമിച്ച് ഇട്ടിട്ട് നമ്മളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്നതും ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നതും രണ്ടിനും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇപ്പം അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമ്മൾ ആ ബീഫ് തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക്
ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതും കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി നമ്മൾ ഈ ബീഫ് കറിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പെരുംജീരകത്തിൻ്റെ പൊടി കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുരുമുളക് പൊടി കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ബീഫ് കറി നല്ലൊരു കറുത്ത കളറിലായിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ ശരിക്കും കാണുന്നുണ്ടോ, നമുക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ശരിക്കും എല്ലാവരും കറുത്ത കളറിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നിറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടുപ്പിച്ച് യോജിപ്പിച്ച് കൊടുക്കുക. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ല ഈ ബീഫ് കറിയുടെ ടേസ്റ്റ്. ഒരു നാട്ടിലത്തെ ഒരു ബീഫ് കറിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ കാണാനും അതേപോലെ തന്നെയാണ്, കഴിക്കാനും അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാനിതിപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണം. ലാസ്റ്റ് ഇട്ട പെരുംജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് ശരിക്കും മുന്തിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു കറിയിൽ ശരിക്കാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു പ്രവാസി സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറി ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരും അപ്പോൾ ഒരു നാട്ടിലത്തെ ഒരു ടേസ്റ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവരെന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. നമുക്ക് നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് കറിയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ.